നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ അമേരിക്ക പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും അപ്രത്യക്ഷനായെന്നാണ് എന്നെ പലരും വിളിച്ചു ചോദിക്കുകയാണ്. അല്ല, അത് ഒന്നിപ്പം ഇഷ്ടം പോലെ ലൂസ് ടോക്കിന് ആളുണ്ടല്ലോ. പണ്ട് നമ്മൾ രണ്ടും ചെയ്യുന്നില്ലേ, പിന്നെ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയായിരുന്നു. വിശാഖനുണ്ട്, രമേശ് ഉണ്ട്, മനുജയുണ്ട്, ഇഷ്ടം പോലെ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. രമേശ് നമ്മളെ കളത്തി ഇളക്കി. രമേശ് സ്പോർട്സ് ആണ് രമേശിന്റെ ഒരു വിഷയം. അതെ. പക്ഷേ രാഷ്ട്രീയത്തിനെ കുറിച്ച് രമേശ് നല്ല ധാരണയുള്ള ആൾ തന്നെയാണ്. രമേശാണല്ലോ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ രാജ്മോഹനൊപ്പം വന്ന രമേശ് എന്ന് പറയും, രമേശ് കരുണാകർ. രമേശ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള, ഈ ടീമിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ കാലം ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ജേർണലിസ്റ്റാണ്. നമ്മുടെ ഏറ്റവും സീനിയർ ചീഫ് ന്യൂസ് എഡിറ്ററാണ് നമ്മുടെ. അപ്പോൾ എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അപ്രതീക്ഷിതമായി ഞാൻ തിരിച്ചു വന്നു. ഈ ജെറ്റ് ലാഗൊക്കെ, നമുക്ക് ജെറ്റ് ലാഗ് മാറാൻ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, കാരണം എപ്പോഴും വർക്കാണല്ലോ. പക്ഷേ ഇതെല്ലാം വരുമ്പോൾ സമയത്താണ് എൻ്റെ ഒരു ബന്ധു മരിച്ചു പോകുന്നുണ്ട്. ഞങ്ങളുടെ തറവാട്ടിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന കട്ടപ്പന, നെടുങ്കണ്ടം, വട്ടപ്പാറ എന്ന് പറയും, ചേമ്പളം. അവിടെ ഒരു വട്ടപ്പാറയുണ്ട്. അതായത് നെടുങ്കണ്ടത്തിന് മുമ്പ് വട്ടപ്പാറ എന്ന സ്ഥലത്ത് താമസിക്കുന്ന കരിയിലക്കുളത്തെ ഞങ്ങൾ ചാച്ചി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സീനിയർ കാരണവരാണ് മരിച്ചുപോയി അദ്ദേഹം. അപ്പോൾ ആ അടക്കിന് പോകണമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തലേദിവസം, അതായത് ശനിയാഴ്ച രാവിലെ നടക്കുക, വെള്ളിയാഴ്ച, അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തുടക്കകാലത്ത് ഒരുപാട് മണ്ഡലങ്ങൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റി. ഇതിൽ പോകുന്ന വഴി കാണുന്ന വഴി എല്ലാം മണ്ഡലങ്ങളാണ്. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം എരുമേലിക്ക് പോകുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം എരുമേലിക്ക് പോകുന്നു പറഞ്ഞാൽ ഇവിടെ നിന്നും നമ്മൾ പോകുന്ന എവിടെയാണ്, MC റോഡ് വഴി പോയി അടൂരി എന്നിട്ട് അടുത്ത മറ്റേ വിശാഖനെ വിടണമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ആറന്മുള വഴിയാണല്ലോ. എല്ലാം നെടുമങ്ങാടുണ്ട്, വട്ടിയൂർക്കാവുണ്ട്. തിരുവനന്തപുരം തുടങ്ങുന്നു, വട്ടിയൂർക്കാവ്, നെടുമങ്ങാട്, അങ്ങനെ അങ്ങോട്ട് പോയി വാമനപുരം, ഏതാണ് പിന്നെ ഉണ്ടല്ലോ അവിടുത്തെ ആ വഴികളെല്ലാം എല്ലാം കടന്നു. കിളിമാനൂർ, അങ്ങനെ കടന്ന് ചെല്ലുന്ന എവിടെയാണെന്നറിയാവോ, നമ്മുടെ ചിറയൻകീഴ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ കോന്നി വരുന്നുണ്ട്, കോന്നിയുടെ ഭാഗം വരുന്നുണ്ട്, ആറന്മുള, ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെവിടെ ചെന്ന് അടൂര്, കൊട്ടാരക്കര, പത്തനാപുരത്തിന് മൂല കയറി വരുന്നുണ്ട്. പത്തനാപുരം വേറെ വഴിയാണെങ്കിലും കടന്നുണ്ട്. അങ്ങനെ ഞാൻ ഞങ്ങളുടേത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂഞ്ഞാറാണ്. അപ്പോൾ ആദ്യവട്ടം മണ്ഡല പര്യടനം പൂർത്തിയാക്കി റാന്നി. അപ്പോൾ അതിനകത്ത് റാന്നി ചെല്ലുമ്പോഴാണ് ഞാൻ ആദ്യം ഈ എൻ്റെ ഒരു ബഹളം കാണുന്നത്. റാന്നി കംപ്ലീറ്റ് ബ്ലോക്ക്. എന്നാന്ന് വെച്ചാൽ ഈ പഴകുളം മധുവിൻ്റെ റോഡ് ഷോ. പക്ഷെ എനിക്കത് വളരെ വിചിത്രമായി തോന്നി. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കാറിലാണ്. പഴകുളം മധു ഇതിലുണ്ട്, ഒരു തുറന്ന ജീപ്പിലുണ്ട്, കാറിലാണ് മിക്കവാറും പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ട് എന്താ ഗുണം, നിറച്ച് കാറാണ്, വഴി ബ്ലോക്ക് ആവുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട്. നമുക്കൊരു 1.5 മണിക്കൂർ പോയി കംപ്ലീറ്റ് വഴി ബ്ലോക്ക് ആക്കിയിട്ട് ഇത്. പക്ഷേ റോഡ് ഷോ ഞാൻ പിന്നീട് പലയിടത്തും കണ്ടപ്പോൾ അങ്ങനെയല്ല. ഉദാഹരണത്തിന് ഞാൻ പിന്നീട് അതിനുശേഷം ഉള്ള കഥ പറയാം. അപ്പം ഈ റോഡ് ഷോയുടെ പ്രത്യേകത ജനത്തിന് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം ആളുകൾ നോക്കുമ്പോൾ വലിയ ട്രാഫിക്കാന്ന് ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ നൂറുകണക്കിന് കാറുകളുണ്ടായിരുന്നു, നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്കുള്ള വാഹനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ റാന്നി കടന്ന് പൂഞ്ഞാർ മണ്ഡലത്തിൽ കടന്ന് ഞങ്ങളെ പിന്നെ പൂഞ്ഞാർ മണ്ഡലം എരുമേലി വന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ 4 മണിക്ക് എണ്ണീറ്റ് 2 വീഡിയോ ചെയ്തു വീട്ടിൽ വെച്ച്. എന്നിട്ട് 6 മണിക്ക് അപ്പോൾ എൻ്റെ പൂനെയിൽ നിന്ന് ചേട്ടൻ വന്നിരുന്നു. ചങ്ങനാശ്ശേരി എൻ്റെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ചമ്പക്കുളത്ത് എൻ്റെ പെങ്ങൾ കന്യാസ്ത്രീ ഉണ്ട്, സിസ്റ്റർ മേഴ്സിറ്റ എന്ന് പറയും. അപ്പോൾ ചമ്പക്കുളത്തുനിന്ന് പെങ്ങൾ കന്യാസ്ത്രീ വന്നിരുന്നു. അപ്പം ഹൈക്കോടതി പ്രാക്ടീസ് വക്കീൽ ചേട്ടനും ഭാര്യയും വന്നിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരോടും കൂടി പിറ്റേ ദിവസം രാവിലെ 6 മണിയായപ്പോൾ ഞങ്ങൾ നെടുങ്കണ്ടത്തിന് പോയി. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഏതെല്ലാം മണ്ഡലങ്ങളെ കടന്നു പോകും. പീരുമേട്, ഞങ്ങൾ പൂഞ്ഞാർ കഴിഞ്ഞാൽ തന്നെ പീരുമേട് വരും. പീരുമേട് കഴിഞ്ഞാൽ ഉടുമ്പൻചോല. ഇത് ശരിക്കും ഉടുമ്പൻചോല മണ്ഡലത്തിന് കീഴിലാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എല്ലാം നമുക്കറിയാം ആളുകളെയും ബഹളവും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ അതിനുശേഷം ശവടക്കിന് ശേഷം ഞാൻ അവിടുന്ന് നേരെ ഇടുക്കി ചേലച്ചുവട് കഞ്ഞിക്കുഴി വഴി അങ്ങോട്ട് പോകാൻ ചെയ്തത്. ഇടുക്കി കൂടെ ഒരുപാട് ഏറ്റവും വലിയ മണ്ഡലമാണ് ഇടുക്കി. ഈ ഇടുക്കി കൂടെ പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റോഷിയുടെ മാത്രം പോസ്റ്ററുള്ള അവിടെ അല്ല. ഈ റോയ് കെ പൗലോസിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ അവിടത്തെ കണ്ടില്ല. ചേലച്ചുവട്, അത് കഴിഞ്ഞ് കഞ്ഞിക്കുഴി. അവിടെ കഞ്ഞിക്കുഴി പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അവിടെ ഭയങ്കര തിരക്ക്. ഒരു ചെറിയ ഹോട്ടലാണ്, പക്ഷെ നല്ല തിരക്ക്, നല്ല ഭക്ഷണം, നല്ല ഊണ്. അതും കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ എവിടെ ചാടുന്നു, മൂവാറ്റുപുഴ വന്ന് ചാടും. പോത്താനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. പോത്താനിക്കാട് അറിയാം. ഈ വണ്ണപ്പുറം തൊടുപുഴ വണ്ണപ്പുറത്ത് നിന്ന്. പക്ഷേ നമ്മൾ കലൂര് പോത്താനിക്കാട് വഴി മൂവാറ്റുപുഴ ചാടും. മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മുടെ കടമറ്റം
കോലഞ്ചേരി വഴി. അപ്പോൾ കുന്നനാടും കടന്നു, നമ്മൾ മൂവാറ്റുപുഴ സജീന്ദ്രൻ്റെ മണ്ഡലത്തിലെത്തി. അങ്ങനെ കുന്നനാടും വഴി എറണാകുളത്ത് പോയി. അന്ന് എൻ്റെ ഒരു പാപ്പനുണ്ട്, ഒരു അച്ഛനുണ്ട്, അച്ഛനെ വിടണമായിരുന്നു. പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണമായിരുന്നു. അതിനുശേഷം പെങ്ങളെ കൊണ്ട് ചമ്പക്കുളത്ത് വിട്ടു. ഏത്? കുട്ടനാട്ടിൽ. ആ ചമ്പക്കുളത്ത് പോകുന്ന എതിരെയാണ് ഈ തീരദേശ പാതയുണ്ട് എറണാകുളത്തു നിന്ന്, നമ്മുടെ ഈ അർത്തുങ്കലൊക്കെ വഴി പോകുന്ന തീരദേശ പാത. അതല്ല, ഇത് എറണാകുളത്തു നിന്ന് നമ്മൾ നേരെ അരൂര് ഈ വഴി നടക്കുന്നിടത്ത് കയറാതെ ഇത് ഈ തീരദേശത്തോട് തന്നെ പോകുന്നൊരു വഴിയുണ്ട്. അതാണ് ഈ അർത്തുങ്കൽ ചെല്ലും. അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും വളരെ ചെല്ലാനം അർത്തുങ്കൽ. അപ്പോൾ ആ വഴിയിൽ വെച്ച് ഞാനൊരു വലിയ അടിപൊളി റോഡ് ഷോ കണ്ടു. അതാണ് എനിക്ക് സന്തോഷം തോന്നിയത്. നമ്മുടെ ഈ ആലപ്പുഴയിലെ ജോസഫ് എന്ന് പറയുന്ന തോമസ് ആ പയ്യൻ്റെ ചെറുപ്പക്കാരൻ, ആ മത്സ്യത്തൊഴിലാളിയാണ്. അതെ, കടലിൽ പോകുന്ന ആൾ തന്നെയാണ്. അപ്പം അത് മുഴുവൻ നല്ല അടിപൊളിയായിരുന്നു. കാരണം വെച്ചാൽ നിറച്ച് ബൈക്കുകളാണ്, ആരുടെയും റോഡ് ബ്ലോക്ക് ആക്കുന്നില്ല. പക്ഷെ ആ 100 കണക്കിന് ബൈക്കുകളും ആവേശം. എനിക്ക് അവനോട് വലിയ ബഹുമാനം തോന്നി. ഞാൻ അവിടെ നിന്ന് ഗ്ലാസ് താത്തി ഈ ഇത്രയും വലിയ ആൾക്കൂട്ടത്തിൽ ഇപ്പം എല്ലാവരും ചിരിച്ച് കാണിക്കുമ്പോൾ ആരും തിരിച്ചറിയത്തില്ല. പക്ഷെ എന്നിട്ട് അവൻ അവിടെ നിന്ന് കുനിഞ്ഞ് ഓടി വന്ന് എനിക്ക് കൈ പിടിച്ച് തന്നു. ചേട്ടാ എന്നൊക്കെ ഷാൻ ചേട്ടാ എന്ന് വിളിച്ച് അവൻ്റെ ഒരു എനിക്ക് വളരെ ബഹുമാനവും ഇഷ്ടം തോന്നിയ ചെറുക്കനോട്. നല്ല സീനിയേഴ്സ് ഉണ്ടായിരുന്നിട്ട് ഇയാളെ തന്നെ നിയമിച്ചു. അതായത് നമ്മുടെ ഗൺമാൻ മറ്റേ അടിച്ചത് രക്ഷാപ്രവർത്തനം നടത്തിയ ഈ ആലപ്പുഴ ഭയങ്കര CPM വലിയ പ്രാധാന്യമുള്ള സ്ഥലം. ചിത്രജനാണ് സ്ഥാനാർത്ഥി, സിറ്റിംഗ് MLA ആണല്ലോ. ഒരുപാട് വോട്ടുള്ളതാണല്ലോ. ചേർത്തൽ കുറവാന്ന് തോന്നുന്നു, ഭൂരിപക്ഷം കുറവായിരുന്നു. പക്ഷേ പ്രസാദാണ്, P. പ്രസാദാണ്. കഴിഞ്ഞ ദിവസം ചേർത്തല എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെയാണ് സാധ്യത കൂടുതലെന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രസാദിന് 10,000 വോട്ട് താഴെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അതിന് CPI ആണ്. ഇപ്പൊ ആരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അവിടെ എതിർ സ്ഥാനാർത്ഥി രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവാണ്, അവിടുത്തെ പ്രാദേശിക നേതാവാണ് അദ്ദേഹം ചേർത്തലയിൽ. ആണോ? പക്ഷേ ഇത് കൊള്ളാം, ഈ ചെറുക്കൻ അവൻ നല്ലതായിട്ട് കസറുന്നുണ്ട്. അങ്ങനെ ഇറക്കണം, ഈ ചെറുപ്പക്കാരൊക്കെ ഇറക്കണം എന്നെ കോൺഗ്രസ്, ഈ സീനിയേഴ്സിനെയൊക്കെ മാറ്റി. പക്ഷേ ഒരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുമ്പ് നിൽക്കുന്നത് അവർ തന്നെയാണ്. അത് പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. എനിവേ, അത്തരം ഒരു രസകരമായ ഒരു വലിയ പര്യടനം നടത്തി. പകുതി സ്ഥലത്തോളം നമ്മൾ കവർ ചെയ്താണ്. തിരിച്ച് അവിടെ നിന്ന് തിരുവനന്തപുരം പോരുന്നത്. അപ്പോൾ പോരുമ്പോഴും എത്ര മണ്ഡലം? അവിടെ നമ്മൾ ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, എന്തോരോ മണ്ഡലങ്ങൾ കടന്നാ പോകുന്നത്. അതിലെ തിരിച്ച് നമ്മൾ തിരുവനന്തപുരത്തിന് പോകുന്നു. അങ്ങനെ അപ്പോൾ എനിക്കൊന്ന് ഒരുപാട് മണ്ഡലങ്ങളോട് ഒരു പര്യടനം നടത്താനും. പക്ഷെ അവിടെ എല്ലാം നമ്മൾ കാണുന്ന ഇടതുമുന്നണിയുടെ പരസ്യങ്ങളുള്ളൂ, പോസ്റ്ററുകളും ഇടതുമുന്നണിയുള്ളൂ. ഞാൻ കഴിച്ചെൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ അരുവിക്കര സ്റ്റീഫൻ്റെ ആണ് നല്ല സിറ്റിംഗ് MLA. എനിക്കൊന്ന് അവിടെ ഏറ്റവും കണ്ടത് പോസ്റ്റർ ഒരിടത്തും സ്റ്റീഫൻ തന്നെയാണ്. ശിവകുമാറിന്റെ വൈകി പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കാം. ഒരിടത്തും ഞാൻ റോയി കെ പൗലോസിന്റെ ഒരു പോസ്റ്ററും കണ്ടില്ല. ഒന്ന് കുറച്ചുണ്ട്. പിന്നെ BJP സ്ഥാനാർത്ഥി ഏറ്റവും അവസാനമാണ് പ്രഖ്യാപിച്ചത്, അത് ഒരിടത്തും പോസ്റ്റർ കണ്ടിട്ടില്ല. നമ്മുടെ യുവരാജ് ഒരു നെടുമ്പങ്ങാടാണ്, ഇത് അരുവിക്കര, ഒരു പുതിയ ഒരാളാണ്, പേര് ഞാനും വിട്ടുപോയി. ആണോ? അപ്പം പുള്ളി സീരിയൽ ആക്ടർ തന്നെയാണ് പുള്ളി. എന്തായാലും ഒരു കാര്യം പറയാം, ഞങ്ങളുടെ നാട്ടിൽ PC ജോർജ് വലിയ ഓളം ഉണ്ടാക്കുന്നുണ്ട്. ഇറങ്ങി നമ്മൾ ഇലക്ഷൻ്റെ എപ്പോഴത്തേനാ വാർത്ത ഉള്ളത്? ഇന്നിപ്പം ലാസ്റ്റ് ഡേറ്റ് അല്ലേ? ഇന്നലെ നോമിനേഷൻ കൊടുക്കാൻ ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളെല്ലാവരും കൊടുത്തു കഴിഞ്ഞല്ലോ. എന്തൊരു തിരക്കായിരുന്നു ഇന്ന്, കാരണം ആ പടം അവസാനത്തെ ദിവസമല്ലേ ഇന്ന്. ഒന്നാമത് ഞാൻ ഇന്നിപ്പോൾ പിഷാരോട് വിളിച്ചായിരുന്നു. പിഷാരോട് സംസാരിച്ചപ്പം പിഷാരോട് പറഞ്ഞു ഇത് ഈ നോമിനേഷൻ പൂരിപ്പിക്കാൻ തന്നെ 2 ദിവസം വേണമെന്ന് പറഞ്ഞു. അത് എവിടെയെങ്കിലും തെറ്റിയ പണിയാവും. അത് നല്ല ചെയ്ത് പരിചയം കൊണ്ട് ചെയ്യിക്കാവെന്ന് പറയും. അപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണം നല്ല ഗംഭീരമായിട്ട് പോകുന്നു. വളരെ വൈകിപ്പോയി എല്ലാ കാര്യങ്ങളും, പക്ഷേ ഗംഭീരമായിട്ട് കാര്യങ്ങൾ പോകുന്നതിനാണ് വിശ്വസിക്കുന്നത്. പിന്നെ CPM ഇപ്പം ശ്രമിക്കുന്നത്, ഇപ്പം ഞാൻ ഇന്ന് മറ്റേ തങ്ങളുടെ വിവാദം ഉണ്ടല്ലോ, CPM ശ്രമിക്കുന്നത് ഇതൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്ത് വോട്ട് പിടിക്കാനല്ല, നേരെ മറിച്ച് ഈ ശബരിമല അടക്കമുള്ള മേജർ വിഷയങ്ങളിലേക്ക് ചർച്ച വരാതിരിക്കാൻ അവർ ഓരോ പുതിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും അവരെ സൈബർ കക്ഷികളുണ്ട് ഇങ്ങനെ പുതിയ വിഷയമാണ്. അപ്പോൾ ഉദാഹരണത്തിന് സുധാകരൻ്റെ പുറകെ ഒരാഴ്ച, അതെ, ഇപ്പൊ ഇന്നൊരു ദിവസം ഇന്നലെ വൈകുന്നേരം തങ്ങളുടെ പുറകെ പോയി സുധാകരൻ ഒറ്റയടിക്ക് വെട്ടികളഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഇവരിങ്ങനെ ഈ വിഷയങ്ങൾ തങ്ങൾക്കെതിരെ ഇവർ നടത്തുന്നതൊക്കെ അവർക്ക് ബൂമറാങ് ആവാനാണ് സാധ്യത. അല്ല, അതുകൊണ്ടാണല്ലോ അവരത് അപ്പം തന്നെ തിരിച്ചു പിടിച്ചത്. ജലീലൊക്കെ രക്ഷപ്പെട്ടു. ലീഗ് നമ്മൾ സമ്മതിക്കണം, അവർ അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ കാര്യത്തിൽ കേസ് കൊടുത്തില്ല ആളുകൾ. എനിക്ക് തോന്നിയിട്ടുള്ളത് സമൂഹ മധ്യത്തിൽ നല്ല അഭിപ്രായമുള്ള ആളെ നാറ്റിക്കുക എന്നുള്ളത് ഉമ്മൻചാണ്ടിയെ ചെയ്തതിന്റെ വേറെ പതിപ്പാണ്. ഇപ്പം സോണക്കാട് തങ്ങളാകുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അദ്ദേഹം ആത്മീയ നേതാവും. അദ്ദേഹത്തിന് ഇത്രയും വലിയ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ ആവശ്യമില്ല. എവിടുന്ന് ഒരാൾ പരിചയം ആണാണോ പെണ്ണാണോ പോലും അറിയത്തില്ല, പരിചയപ്പെട്ട ഉടൻ തന്നെ നഗ്ന വീഡിയോ അയക്കാൻ മാത്രം അത്രയും വലുതായി. CPM അത് ജനം വിശ്വസിക്കുന്ന കരുതി ഉണ്ടാക്കുന്നതല്ല. അത് ഉമ്മൻചാണ്ടി തട്ടി എല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. അല്ല, അതല്ല അവരുടെ വിശ്വാസം. ഇവരുടെ വിശ്വാസം എന്താ വെച്ചാൽ വിഷയം മാറ്റിക്കൊണ്ടിരിക്കണം.
ഓരോ ദിവസവും ഇനിയിപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളെല്ലാം ഓരോ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ വിഷയത്തിൽ തട്ടി നിൽക്കുമ്പോൾ യഥാർത്ഥ വിഷയത്തിലേക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കം ഇവരുടെ ഭരണ വൈകല്യങ്ങളടക്കം ഒന്നിലേക്കും ചർച്ച വരത്തില്ല. അത് മാത്രമല്ല, എനിക്ക് പ്രതിപക്ഷത്തോടുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ഇതുവരെ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഇവരുടെ കൊള്ളരുതായ്മകളൊന്ന് കറക്റ്റായിട്ടൊന്ന് കൂട്ടിയിട്ട് പ്രചരിപ്പിക്കേണ്ട സമയമായി. ഞാനെന്തായാലും എനിക്ക് തിരക്ക് കാരണം ഞാനൊരു പദ്ധതി ഇടുന്നുണ്ട്. അതായത് കൃത്യമായി സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളും തിന്മകളെക്കുറിച്ചും ഒരു പ്രസംഗ രൂപേണ ഒരു വീഡിയോ ചെയ്യാൻ പോവാം. എന്നിട്ട് ഞാൻ പറയുകയാണ് ആളുകളോട്, എല്ലാ സ്ഥലത്തും ഏത് BJPക്കാർക്കോ കോൺഗ്രസ്സുകാർക്കോ ആർക്ക് വേണമെങ്കിലും എൻ്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രദർശിപ്പിക്കാം. ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണം വരുമ്പോൾ വഴിയിലെല്ലാം വലിയ സ്ക്രീൻ വെക്കുമല്ലോ. ഈ സ്ക്രീൻ എന്നെ പ്രസംഗം ഇടാമല്ലോ. അതെ, ഒന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു സാധനം ഇട്ട് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഇടുവാണ്. ഇവിടുത്തെ തോന്നിയാസങ്ങളെ കേരളത്തിൽ എല്ലായിടത്തും എത്തിക്കണം. അത് ഞാനൊന്ന് ഒരു നല്ലൊരെണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സാധനം റെഡിയാക്കണം എല്ലായിടത്തും. പരമ്പര ചെയ്താൽ നന്നായിരിക്കും. അല്ല, ഒരെണ്ണം അങ്ങോട്ട് നന്നായിട്ട് ചെയ്തിട്ട് ഈ പതിയെ ലക്ഷ്യത്തിലിടുക എന്ന് പറഞ്ഞാൽ ആളുകൾ ഇടട്ടെ, കേൾക്കുന്നവർ കാണട്ടെ. വെറുതെ ഇട്ടുകൊണ്ടിരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഈ വഴിയിരിക്കുന്ന ആളുകൾ കാണും. എന്തായാലും ഇവർക്ക് അംഗീകാരം ഉണ്ടല്ലോ. BJPക്കാർക്കും ചെയ്യാം, കോൺഗ്രസ്സുകാർക്കും ചെയ്യാം, രണ്ടുപേർക്കും ചെയ്യാവുന്ന തരത്തിൽ ഈ കോൺഗ്രസിനെയോ BJPയെ കുറിച്ച് ഒന്നും പറയാതെ പിണറായിയെക്കുറിച്ചും CPM-നെ കുറിച്ചും മാത്രമുള്ള ഒരു പ്രസംഗം ഞാൻ പദ്ധതി എടുത്തുള്ളൂ. അതിന് ടൈം കിട്ടുന്നില്ല ഇതിൻ്റെ ഇടയിൽ, ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ. അതുകൊണ്ടാണ് അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കാൻ ഈ സർക്കാർ ശ്രമിക്കുന്നത്. അത് ഉറപ്പാണല്ലോ. എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പ് വളരെ രസകരമായ അവസ്ഥയിലേക്ക് വരുവാണ്. ഇവരുടെ കൊള്ളരുതായ്മകൾ കുറച്ചുകൂടി ചർച്ച ആവേണ്ടതുണ്ട്. നമുക്ക് യുദ്ധത്തിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു, 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. 24 ദിവസത്തിലേക്ക് കടക്കുന്നു. 28-ാം തീയതി ആയിരുന്നു, ഫെബ്രുവരി 28-ാം തീയതിയാണ് ആദ്യ ഫസ്റ്റ്. 23 ആയല്ലോ, 23. അപ്പൊ 24 ദിവസമായി, 24 ദിവസം കടന്നിരിക്കും. അപ്പൊ നമ്മളെല്ലാം അന്ന് കരുതിയിരുന്നത് എന്താണ്, വരുന്ന 3-4 ദിവസം കൊണ്ട് ഇറാൻ അടിച്ചൊക്കെ നിരപ്പാക്കും, പരിപാടി കഴിയുമെന്നായിരുന്നു. ഇത് തന്നെയായിരുന്നു നമ്മൾ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധസമയത്തും കരുതിയത്. 3 ദിവസം കൊണ്ട് നമ്മൾ ചിന്തിച്ചിരുന്നു. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് അടിക്കുമ്പോൾ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ യുദ്ധത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം അവർ സാധിച്ചു. കാരണം അവർ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ടാണ് ഖൊമൈനി അടക്കമുള്ളവരെ വധിച്ചത്. 48 നേതാക്കളെ കൊന്നു. അതെ, വ്യോമ പ്രതിരോധ സംവിധാനം, 40 സെക്കൻഡ്, 40 മിസൈൽ, 40 ബോംബ്, 48 നേതാക്കന്മാർ. അതെ, പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം മുഴുവൻ തകർത്തു. അപ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇറാനിലേക്കുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ ആക്രമണം വിജയകരമാണ്. അത് തടയാൻ അവർക്ക് കഴിയുന്നില്ല. അവിടെ പോയി അതിശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തെഹ്റാൻ തകർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ഇറാൻ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവർക്ക് സ്റ്റോക്ക് എവിടെ നിന്നാണ് നമ്മൾ അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു വാർത്തയും കണ്ടു. ഇറാനെ ഇവരെല്ലാം കരുതിയിരുന്നു, ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാൻ തീരുമാനിക്കുമ്പോൾ കരുതി നേതാക്കന്മാരുടെ തട്ടിക്കളയുന്നു, അവരുടെ ആയുധശേഖരങ്ങളിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു, ഇതോടുകൂടി ഇറാൻ തീർന്നതാണ്. പക്ഷേ ഇത് ചെയ്യുമെന്ന് ഇറാൻ അറിയാമായിരുന്നു. ഉണ്ടല്ലോ, ഇവരെ കൊല്ലും, ഈ ഖൊമൈനിയെ കൊല്ലുമെന്നും ഇവർ തയ്യാറായിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവരുടെ സൈനിക സംവിധാനങ്ങൾ മുഴുവൻ ഏതാണ്ട് 23 വ്യത്യസ്ത ഇതായിട്ട് വിഭജിച്ചിട്ട് ഇവർ ഒന്നാമത്തെ ആൾ കൊല്ലപ്പെട്ടാൽ രണ്ടാമത്തെ ആളെ ആ തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കി ഇവർ ഹയറാർക്കി തിരിച്ച് പല സ്ഥലത്തേക്ക് വിട്ടു. എന്നിട്ട് ഇന്ന സാഹചര്യത്തിൽ ഇന്നത് ചെയ്യണം എന്ന തരത്തിൽ ഇവർ വിട്ടതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും യുദ്ധം തുടരും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുദ്ധത്തിന് കൺട്രോൾ ചെയ്യാൻ ആളുണ്ടാവും. ഓരോ പ്രവർത്തിക്കുന്നത് ഇപ്പം ഖൊമൈനി കൊല്ലപ്പെട്ടാൽ ആരാണ് നിർദ്ദേശിക്കേണ്ടത്, സൈനിക തലവൻ കൊല്ലപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്, അയാൾ കൊല്ലപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല ഈ ആയുധശേഖരം ഒരിടത്ത് വെക്കാതെ പല ഇടങ്ങളിലേക്ക് ഇന്ന് അവർ ഒരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഭൂമിക്കടിയിലുള്ള അവരുടെ വലിയ തുരങ്കങ്ങളിൽ ഇവർ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളുടെ ശേഖരം. നമ്മൾ ഒരു ടണലാണ്, അതിനകത്ത് നിറയെ മിസൈലാണ് അതിനകത്ത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗാണ്, ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇറാൻ അവരുടെ. അപ്പോൾ ഇവരെന്നെ ചെയ്തതെന്ന് വെച്ചാൽ അതുകൊണ്ട് വലിയൊരു ഡേഞ്ചർ എന്ന് വെച്ചാൽ അമേരിക്ക നേരിടുന്ന ഒരു വലിയ ഭീഷണിയുണ്ട്. അവർ നേരിടുന്ന ഭീഷണി എന്താണെന്ന് വെച്ചാൽ ഇത് യുദ്ധം അവസാനിപ്പിക്കാൻ മുകളിൽ നിന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ പോലും താഴത്തെ തട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവരുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും കട്ടായിട്ടുണ്ട്. ഇവർക്കറിയാം കമ്മ്യൂണിക്കേഷൻ ആണ് ഇവർ കട്ട് ചെയ്യുന്നത്. അപ്പം ഇവർ നേരത്തെ മുൻകൂട്ടി എഴുതിയിരിക്കുന്ന ഒരു കഥയനുസരിച്ച് ഓരോരുത്തരും അവനവൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിർത്തൂ എന്ന് പറയാൻ സംവിധാനം അങ്ങനെ പറ്റത്തില്ല. കാരണം ഇത് ഏകോപനം പറ്റത്തില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഇസ്രായേലിൽ പിടിക്കാറിയാം. അപ്പോൾ പേജർ വരെ, ഹിസ്ബുള്ളയുടെ പേജർ വരെ, അവിടെ ഇവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല. ഇവർ യുദ്ധം നേരത്തെ പ്ലാൻ ചെയ്ത് ആ പ്ലാനിൽ യുദ്ധം പോവുകയാണ്.
അപ്പോൾ ആ പ്ലാൻ യുദ്ധം പോകുമ്പോൾ ഇവർ എന്ത് സംഭവിച്ചാലും യുദ്ധം തുടരും. ഈ വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഏതൊരു വാർത്ത ഞാൻ കണ്ടു, അമേരിക്ക കരുതിയില്ല ഈ ഖത്തറിനെയും സൗദിയും ഇവർ ആക്രമിക്കുന്നത്. അത് കരുതിയില്ലെങ്കിൽ അത് മണ്ടത്തരമില്ല. കാരണം ഇവർക്ക് അവിടെ താവളങ്ങളിടത്തോളം അമേരിക്കയുടെ ഏറ്റവും വലിയ സൈന്യ താവളം ഖത്തറിലാണ്. ബഹ്റൈനിലാണ് 5ാം കപ്പൽപ്പടയുള്ളത്. ഇപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരെ ആക്രമിക്കുമ്പോഴും ഈ രാജ്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകാൻ വേണ്ടത് ചെയ്യുന്നില്ല. ഇല്ല, കാരണം അവരെ ഈ പ്രകോപനം ഉണ്ടായപ്പോഴാണ്. പക്ഷേ ഈ കാർഗ് എന്ന് പറയുന്ന അവരുടെ എണ്ണപ്പാട് ആക്രമിച്ചപ്പോൾ മാത്രമാണ് ഇവരുടെ ഈ പ്രകൃതിവാതകത്തിനും പെട്രോളിനും അറ്റാക്ക് ചെയ്തത്. അല്ലാതെ അവരെ തുടർച്ചയായിട്ട് ആക്രമിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പെട്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത് അവസാനിക്കും എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ല. സത്യം പറഞ്ഞാൽ ട്രംപിന് പോലും ധാരണയില്ല. ട്രംപ് വെട്ടിലായി അങ്ങനെ തന്നെ പറയാം. ട്രംപ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. കാരണം ട്രംപ് ഓരോ ദിവസവും ഓരോന്നും മാറിപ്പറ്റി പറയും. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഞങ്ങൾ യുദ്ധം ആദ്യം ട്രംപ് പറഞ്ഞു നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും, ഭയപ്പെടുത്തും, ബോംബിടും എന്നൊക്കെ അണുബോംബിടും എന്നൊക്കെ പറഞ്ഞു. അത് ട്രംപ് പറഞ്ഞു യുദ്ധം വിജയിച്ചു, പിന്മാറുകയാണെന്ന് പറഞ്ഞു. നിങ്ങളെ തീർത്ത് കളഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ട്രംപ് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട്. അതായത് ഈ അറബ് രാജ്യങ്ങൾ, അതായത് നമ്മുടെ GCC രാജ്യങ്ങൾ, സൗദിയും UAEയും ഖത്തറും കിടക്കുന്ന GCC രാജ്യങ്ങൾ ഇപ്പോൾ അവരുടെ നിലപാടൊരു മാറ്റം വന്നു. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇവരെതിരായിരുന്നു. പക്ഷെ യുദ്ധം തുടങ്ങി ഇറാൻ ഇത്രയധികം ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവരെ ഇനി ഇറാനെ തീർത്തിട്ട് നിർത്തിയാൽ മതി എന്ന് പറയാൻ തുടങ്ങി. അതായത് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഈ രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചാൽ ഇറാൻ വിജയിക്കുകയാണ്. ഇറാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ വലിയ ഭീഷണിയിലാവും. മാത്രമല്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു വിക്ടറി പോയിന്റിൽ നിർത്തി യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. അത് രാജ്മോഹൻ, ഈ അമേരിക്കയും ഇസ്രായേലും തോറ്റാലും അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ യുദ്ധത്തിൽ ഇറാനെ പൂർണ്ണമായും അവസാനിപ്പിച്ചില്ലെങ്കിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഈ GCC രാജ്യങ്ങൾക്കാണ്. കാരണം ഈ GCC രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ആക്രമിക്കപ്പെട്ടു. ഇവർക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ഇവർക്കുണ്ടായിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ നഷ്ടം വെളിയിലേക്ക് അറിയത്തില്ല. കാരണം ഏതാണ്ട് 250 പേരെയാണ് UAE ജയിലിലിട്ടത്. മാത്രമല്ല ഈ ബഹ്റിനിലുള്ള 5ാം കപ്പൽപ്പടയുടെ പ്രധാനപ്പെട്ട മന്ദിരം തകർത്തെന്നാണ് പറയുന്നത്. അന്നയച്ച മിസൈൽ വലിയ തോതിൽ ഹോട്ടലുകളിലേക്കും ഒക്കെ ആക്രമിച്ചില്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്ത് എന്തിനാണ് ഇസ്രായേൽ പോലും പുറത്തുവിടുന്നില്ല. ഇസ്രായേൽ പൊതുവെ മറ്റ് രാജ്യങ്ങൾ പോലെയല്ല, അവരുടെ ജനാധിപത്യം കൂടുതലുള്ള രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പുറത്ത് ഇപ്പോൾ അവിടുത്തെ വിഷ്വൽ എടുത്ത് പുറത്തുവിടാൻ പോലും വിലക്കുണ്ട്. എല്ലാ രാജ്യങ്ങളും വിലക്കുണ്ട്. ഇപ്പം ഈ ടെഹ്റാൻ, ടെല്ലവീവ് നഗരത്തിൽ വലിയ തോതിൽ ആക്രമണം ഉണ്ടായി. ഡിമോണി എന്താണ് ഒരു സിറ്റിയിലേക്ക് ആക്രമണം ഉണ്ടായി. ഇസ്രായേലിന്റെ ആക്രമണം ഏതാ സിറ്റിയാ? ഡെമോണ. അവിടെ അടുത്ത് 13 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അണുവായുധം എന്ന് പറയുന്നവരുടെ അണുവായു ശേഖരത്തിന്. അപ്പോൾ അത്രയും വരെ അവർ ആക്രമിച്ചു. ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുകയാണ്. അപ്പം ഇറാനെ തടയാൻ ഇവർക്ക് കഴിയുന്നില്ല. ആകപ്പാടി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ തുടർച്ചയായിട്ട് ആക്രമിക്കുന്നുണ്ട്. അവിടെ എല്ലാം വലിയ നാശം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ പ്രതിരോധത്തെ തടയാൻ ഇവർക്ക് കഴിയുന്നില്ല. മാത്രമല്ല ഇറാൻ വിടുന്ന മിസൈലുകളെ മുഴുവൻ തടയാൻ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. 4000 കിലോമീറ്റർ താണ്ടിയാണ് ഈ ഡിഗോ ഗാർസിയയിൽ എത്തിയത്. ഇവിടെ 4000 കിലോമീറ്റർ താണ്ടി ഒരു ബാലിസ്റ്റിക് മിസൈൽ വന്നെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ശ്രീലങ്ക ട്രംപ് 2 യുദ്ധമാനം ഇറക്കട്ടെന്ന് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതിന്റെ അടുത്തല്ലേ മാൽഡീവ്സും ശ്രീലങ്ക എല്ലാം ഇതിന്റെ തൊട്ടടുത്തല്ലേ. എന്ത് നമ്മൾ തിരുവനന്തപുരം പോലും അതിന്റെ അടുത്താണ്, തൊട്ടടുത്താണ് ഡിഗോ ഗാർസിയയുടെ. വളരെ അടുത്താണ്. നമുക്ക് 4000 കിലോമീറ്ററിന്റെ അപ്പുറമുണ്ട്. എന്തിനേറെ ഇതിനേക്കാൾ വളരെ ഈ യൂറോപ്പിലേക്കുള്ള ദൂരം പറഞ്ഞു കേട്ടത്. ഈ ലണ്ടൻ, ഞാൻ ആ വാർത്ത സംഭവിച്ചപ്പോൾ ഞാൻ വായിച്ചത് ലണ്ടൻ, പാരീസ്, ബെർലിൻ ഈ 3 നഗരങ്ങളും ഒരു 4500 കിലോമീറ്റർ ഉള്ളൂ. 5000 കിലോമീറ്റർ താഴെ ഉള്ളൂ. അതാണ് പറഞ്ഞത്. ഇറാൻ പറഞ്ഞു ഞങ്ങൾ ആക്രമിക്കുന്നു, ഞങ്ങൾ സർപ്രൈസ് ആയിരുന്നു നിങ്ങൾക്കെന്ന് പറഞ്ഞു. ഇവർ സർപ്രൈസ് ഞങ്ങൾ കാത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബ്രിട്ടൻ ഇതിനോട് വേണ്ട പോലെ സഹകരിക്കുന്നില്ല. ട്രംപ് ചീത്ത വിളിക്കുന്നുണ്ട്. എന്നാൽ അവനെ സുരക്ഷ നോക്കണ്ടേ? ട്രംപ് ചീത്ത വിളിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് പ്രൈം മിനിസ്റ്റർ നിരന്തരം ചീത്ത വിളിക്കും. പക്ഷെ അവർ ചെയ്യുന്നില്ല. കാരണം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഹോർമൂസിന് വേണ്ടിയിട്ട് വേണം ഉപയോഗിക്കാം, പക്ഷെ ആ രാജ്യത്തെ ആക്രമിക്കാൻ. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം അമേരിക്കയിൽ സന്ദർശിച്ചിരുന്നല്ലോ, അവിടുത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇപ്പം മാറി വരുന്നു? അതായത് ഇപ്പം ട്രംപ് വിരുദ്ധമായി മാറുകയാണ്. അപ്പോൾ ട്രംപിന് അനുകൂലമായ ഒരു ഫീലാണ് കഴിഞ്ഞപ്പോൾ ഞാൻ മലയാളികൾക്കിടയിൽ പോലും ട്രംപ് കൊള്ളാം. ഞാൻ ഒരുപാട് ട്രംപ് ഭക്തരെ കണ്ടു. റിപ്പബ്ലിക്കൻസിലേക്ക് മാറിയിരിക്കുകയാണ് മലയാളികൾ ഭൂരിഭാഗവും. വളരെ കുറച്ച് പേരെ ഡെമോക്രാറ്റുകളുള്ളൂ. പക്ഷേ ഈ യുദ്ധം ട്രംപിൻ്റെ കൈപൊള്ളി. ഇപ്പം ഞാൻ ഇന്ന് രാവിലെയും അമേരിക്ക പലരോട് സംസാരിച്ചപ്പം ട്രംപ് വിരുദ്ധമായൊരു വികാരം. കാരണം ഇത് ആവശ്യമില്ലാത്ത പണിയായി, തീരത്തില്ല. ഈ അമേരിക്കയുടെ അധീശത്വം നിലനിർത്താൻ വേണ്ടിയുള്ള ആക്രമണം അമേരിക്കക്കാർക്ക് ഇഷ്ടമാണ്.
പക്ഷെ അവിടെ പോയി കൈപൊള്ളി വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല മാനക്കേടിനേക്കാൾ പ്രധാനപ്പെട്ട അവിടുത്തെ എണ്ണ വില കൂടുന്ന കൂട്ടമുണ്ടല്ലോ. അതായത് ഏതാണ്ട് $1.5 വ്യത്യാസം ഒരു ഗാലൻ അവിടെ. ഏറ്റവും വില കുറഞ്ഞ എണ്ണ കിട്ടുന്ന രാജ്യങ്ങളൊന്നാണ് അമേരിക്ക. നമുക്കതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ വിലയുള്ളൂ. അതായത് ഇന്ത്യയിലെ നമ്മൾ ഒരു ശരാശരി ഒരുത്തിന് വരുമാനം $100-150 രൂപയാണ്. അവിടെ 1 മണിക്കൂർ ജോലി ചെയ്താൽ നിങ്ങൾക്ക് $15-20 കിട്ടും ഒരു മണിക്കൂർ. അപ്പോൾ എത്ര രൂപയാണ്? അവന് അതേ വില ഇന്ത്യയിലെ അതേ വില അവിടെ ഉള്ളൂ. അത് ബ്രിട്ടനിലൊക്കെ വലിയ വിലയാണ്. ബ്രിട്ടനിലൊക്കെ എനിക്ക് തോന്നിയ ഒരു 100-400 രൂപ, നമ്മുടെ ഇവിടുത്തെ 400-400 രൂപ. നമ്മളൊരു വാർത്തയിൽ ഞാൻ കണ്ടിരുന്നു, ബ്രിട്ടനിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു കാര്യം, അവിടെ തന്നെ ഉണ്ടായിരുന്ന ഈ എണ്ണ പരമാവധി പരിവേഷണം ചെയ്യാതെ വിദേശത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഒരു വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നുള്ള രീതിയിൽ. അവർക്ക് വേണേ അവരുടെ ഈ സ്കോട്ട്ലൻഡ് ഉണ്ടല്ലോ, ഈ സ്കോട്ട്ലൻഡ് അബർഡീൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഇഷ്ടംപോലെ എണ്ണ ഖനനം ചെയ്യാം. പക്ഷെ അവർക്ക് എളുപ്പമാണ് ഇത് വാങ്ങിക്കാന്നായിരിക്കും. അവരുടെ ഒരു പൊതു രീതി അങ്ങനെ. അവരുടെ ഒരു കൊച്ചു രാജ്യമാണല്ലോ. ആ കൊച്ചു രാജ്യമാണ്, അവരൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. പരമാവധി അവർ ഇറക്കുമതി ചെയ്ത് ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. മാനുഫാക്ചർ ചെയ്യുന്നത് ഫുഡ് പ്രോഡക്ട്സുകളാണ്. അപ്പം അമേരിക്കയിൽ ഒരു ജനവികാരം ട്രംപിനെതിരായി വരുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇത് അവസാനിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ബാധിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഇടപെട്ടാൽ അത് ഒരു ഒത്തുതീർപ്പാവുമെന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇന്ത്യയിലെ UAE അംബാസഡർ പോലും പറഞ്ഞു ഇന്ന് ഈ ലോകത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ. പക്ഷെ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാണ്. ഒന്ന്, ട്രംപിൻ്റെ ഈഗോ സമ്മതിക്കത്തില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്ക പോലും മുൻകൈ എടുത്തിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അയാൾ നമ്മൾ യുദ്ധം അവസാനിപ്പിച്ചു പറഞ്ഞു നടക്കുന്ന ആളാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചുള്ള അയാൾ ഒരിക്കലും ആരുടെയും മധ്യസ്ഥത്തിന് വഴങ്ങില്ല. അയാൾ അതുകൊണ്ട് ഈ മധ്യസ്ഥം ഒന്നും നടക്കില്ല. കാരണം ട്രംപ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ യുദ്ധം പൂർത്തിയാക്കി, ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് ഏകപക്ഷീയം പ്രഖ്യാപിച്ചിട്ട് പിന്മാറത്തേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു ചർച്ചയ്ക്ക് ട്രംപ് വഴങ്ങത്തില്ല. മാത്രമല്ല ഇസ്രായേലും അവരിങ്ങനെ പിടിവാശി തന്നെ നിൽക്കുകയാണെന്ന് തോന്നുന്നു. അല്ല, ഇസ്രായേലിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നോക്കൂ, നമ്മൾ ആലോചിച്ചതിനേക്കാൾ ശക്തമാണ് ആ രാജ്യം. അപ്പം അവരെ ഇതുവരെ മിണ്ടാതിരിക്കുക. ഇത് തന്നെയാണ് ചൈനയുടെ അവസ്ഥയിൽ. ചൈനയുടെ ശക്തി എത്രയാണെന്ന് ലോകത്തിന് ആർക്കും അറിയത്തില്ല. ഒരു യുദ്ധത്തിൽ ചൈന ഏർപ്പെട്ടാൽ മാത്രമേ ചൈനയുടെ ശക്തി അറിയാൻ പറ്റത്തുള്ളൂ. ചൈനയുടെ ശക്തി നമുക്ക് ആർക്കും അറിയത്തില്ല. ചൈന എപ്പോഴാണ് അവരുടെ ശക്തി പരീക്ഷിക്കാൻ പോകുന്നത്? അമേരിക്കയോട് ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ മാത്രമേ അവരുടെ ശക്തി പരീക്ഷിക്കാൻ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു യുദ്ധം കൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറാൻ അതിശക്തമാണെന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായി. അപ്പോൾ ഈ ശക്തമായിരിക്കുന്ന രാജ്യത്തേക്ക് അണുബോംബ് കൂടി ഉണ്ടായാൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താണ്? കാരണം ഇസ്രായേലിനെ ഇല്ലാതാക്കും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യക്ക് അണുബോംബുണ്ട്, പാകിസ്ഥാന് അണുബോംബുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം അണുബോംബ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് മറ്റ് നിവൃത്തിയില്ലാതെ വരുമ്പോൾ മാത്രമാണ്. നമ്മൾ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ തോൽവിയാണ് നമ്മുടെ മുമ്പിലെങ്കിൽ മാത്രമേ അണുബോംബ് ഉപയോഗിക്കൂ. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ പ്രഖ്യാപിത നയമാണ് ഇസ്രായേൽ ഇല്ലാതാക്കുക. ഭൂപടത്തിൽ ഇസ്രായേൽ വേണ്ട. അപ്പോൾ ആ ഇസ്രായേലിനെ തുടച്ചു നീക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് അണുബോംബാണ്. അപ്പം ഇറാൻ അണുബോംബ് ഉണ്ടാക്കിയാൽ അവരതിടും. മാത്രമല്ല ഇറാൻ ഒരു വലിയ രാജ്യമല്ലേ, വലിപ്പത്തിൽ രാജ്യമല്ലേ ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്നും എങ്ങനെ തലയൂരും. കാരണം ഇപ്പോൾ ട്രംപ് ഇന്നലെ പറഞ്ഞു, അതായത് നമ്മുടെ ഇന്ത്യൻ ടൈം ഞായറാഴ്ച രാവിലെ, അമേരിക്കൻ സമയം ശനിയാഴ്ച രാത്രി ട്രംപ് പറഞ്ഞത് 48 മണിക്കൂറിനകം അല്ലേ, 40 മണിക്കൂറിനകം ഹോർമൂസ് കടലെടുക്ക് ശരിയാക്കിയില്ലെങ്കിൽ പവർ പ്ലാന്റ്. പക്ഷെ ഇവർ തിരിച്ചു പറഞ്ഞതോ ഞങ്ങൾ സകല ഗൾഫിലുള്ള എല്ലാം തകർക്കളയും മര്യാദയ്ക്ക്. ട്രംപ് കമാന്ന് രക്ഷ പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നു, ഈ വീഡിയോ 6 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നു, പിന്നെ 12 മണിക്കൂറുടെ ബാക്കിയുള്ളൂ. നാളെ നേരം വിളിക്കുമ്പോൾ 42 മണിക്കൂർ കഴിയും. ട്രംപ് അറ്റാക്ക് ചെയ്യുമോ? അറ്റാക്ക് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ട്രംപിനറിയാം കൈകൊള്ളുമെന്നറിയാം. അപ്പം ട്രംപിൻ്റെ വലിയൊരു ഗീർവാണം വീണ്ടും അവസാനിക്കുക. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു ഞങ്ങൾ കരയുദ്ധം ആരംഭിക്കാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അത് പഠിച്ചു നോക്കിയപ്പോഴേ ഇറാന് 11 ലക്ഷമാണ് അവരുടെ സൈനികരുടെ എണ്ണം. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഒരു പ്രത്യേകത, ഇവരുടെ ജിഹാദിൻ്റെ ഭാഗമായിട്ടാണ് സൈന്യം. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരു പട്ടാളക്കാരൻ അവൻ ജോലിയാണ്, 2 രാജ്യസ്നേഹം. മറ്റേത് ജിഹാദാണ്, മതത്തിന്റെ പേരിലാണ്. അവനൊക്കെ വിചാരിക്കുന്നത് അവൻ ഇതിൽ കൊല്ലപ്പെട്ടാൽ നേരെ ഹൂറിയുടെ അടുത്തെത്തിയെന്നാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ. അപ്പോൾ അത്തരം അഭിമാനമുള്ള ആളുകൾ എന്ന നിലയിൽ
ഇവർക്ക് ഒരിക്കലും ഇവരെ ഈ കരയുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല. ഇവർക്ക് ബോംബിടാൻ പറ്റും. മാത്രമല്ല ഭൂപ്രകൃതി ഈ അമേരിക്കൻ സാഹിബിന് ഒരിക്കലും ഇറാന്റെ ഭൂപ്രകൃതി മലനിരകളും ഒക്കെ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് അതാണ് ബ്രിട്ടൻ ആദ്യം പോലെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു ഈ ലാൻഡ് ഇൻവേഷൻ വഴി മാത്രമേ ഈ വിജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ലാൻഡ് ഇൻവേഷനുള്ള സ്കോപ്പ് ഇവിടെ ഇല്ല. ഏതുകൊണ്ടാണ് ബ്രിട്ടൻ ആദ്യം പോലെ ഇത് അബദ്ധമാവുമെന്ന് പറഞ്ഞത്. പക്ഷേ അമേരിക്ക ട്രംപിന് പിടികിട്ടിയില്ല. ട്രംപ് ഇതിലേക്ക് എടുത്തു ചാടി. ഇപ്പം എങ്ങനെ കൈ ഊരുന്ന പ്രശ്നമാണ്. മാത്രമല്ല ഇന്നിപ്പം ഹോർമുസ് കടലെടുക്കുക, ഇന്നിപ്പം പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് കേട്ടോ. പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ മോദിയുടെ അപ്പോൾ പാർലമെന്റിൽ മോദി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് 60% നമ്മൾ ഇന്ധനം ഇറക്കുമതി ചെയ്യുകയാണ്. നമ്മുടെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പെട്രോൾ ഡീസൽ നമ്മൾ തൽക്കാലം പിടിച്ചു നിൽക്കും. നമുക്ക് അതിനുള്ള റിസർവ് ഉണ്ട്. ശരിയാ, അന്ന് ഉക്രൈൻ റഷ്യൻ യുദ്ധം ഉണ്ടായപ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടി മേടിച്ചു വിട്ടു. പക്ഷേ അത് അത്രയും റിസർവിൻ്റെ ഫെസിലിറ്റി നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഗ്യാസിന് അത്രയും ഫെസിലിറ്റി നമുക്കില്ല. അത് ഖത്തറിൽ നിന്നാണല്ലോ ഏറ്റവും അധികം ഗ്യാസ് നമ്മൾ വാങ്ങിക്കുന്നത്. ഖത്തറിൽ നമ്മൾ ഇറാഖിൽ നിന്നൊക്കെ. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളടക്കം ലോകത്തുള്ള സകലരും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പം വിൻ്റർ ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല പലയിടത്തും. ഇപ്പം ബ്രിട്ടനിലൊക്കെ ഈ ആഴ്ചയിൽ വീണ്ടും മഞ്ഞ് പെയ്യുമെന്നാണ് പറയുന്നത്. ഈ വിൻ്ററിലുള്ള പ്രശ്നം വെച്ചാൽ അവർക്കൊക്കെ ഗ്യാസാണ് അവരുടെ വീട് ചൂടാക്കുന്നത്. റൂം ഹീറ്റർ ഉപയോഗിക്കുന്നത് എല്ലാം ഗ്യാസാണ്. ഇലക്ട്രിസിറ്റി മുതലാവത്തില്ലല്ലോ. അപ്പം ഗ്യാസ് വഴിയാണ്. അപ്പം ഭാഗ്യമാണ് ഈ വിൻ്റർ കഴിഞ്ഞത്. വിൻ്റർ കഴിഞ്ഞ് അങ്ങ് തീരുവാണല്ലോ. ഇനിയിപ്പോൾ സമ്മറിലേക്ക് കയറുവാണ്. എങ്കിൽ പോലും പൂർണ്ണമായും മാറിയിട്ട്. ഇപ്പം ഞാൻ ഷിക്കാഗോയിൽ, അമേരിക്ക വളരെ വിചിത്രമാണ്. ഞാൻ ഹൂസ്റ്റണിൽ നിന്ന് വരുമ്പോൾ ഹൂസ്റ്റണിൽ നമ്മുടെ ഒരു 28 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. പക്ഷേ ഷിക്കാഗോയിൽ നമ്മൾ മഞ്ഞ് വീഴുമായിരുന്നു. ആ ഷിക്കാഗോയിൽ നിന്ന് ഞാൻ ലോസ് ആഞ്ചലസ് എത്തിയപ്പോൾ നമുക്ക് ഇവിടത്തേക്കാൾ ചൂടാണ്. ഉടുപ്പിടാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ആകെപ്പാടെ ലോസ് ആഞ്ചലസിലുണ്ടായ പ്രത്യേകത രാത്രി തണുപ്പാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. ഉഷ്ണം കാരണം ഉറങ്ങാൻ പറ്റത്തില്ല. പകല് ചൂടാണ്. ഇപ്പം അതാണ് ഈ കാലാവസ്ഥയുടെ വ്യത്യാസം. പക്ഷേ ഈ തണുപ്പുള്ളിടത്ത് ഗ്യാസ് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതൊരു ഗൗരവമേറിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ബ്രിട്ടനിലൊക്കെ താമസിക്കുമ്പോൾ എനിക്കറിയാം, നമ്മുടെയൊക്കെ എപ്പോഴും ചൂടാക്കിയിടണം വീട്. അത്ര തണുപ്പല്ലേ. അതെ. അപ്പോൾ ഈ ഗ്യാസ് പ്രകൃതിവാതകത്തിൻ്റെ ഏറ്റവും അധികം ഉണ്ടാക്കുന്ന ഖത്തറാണ്. ഈ ഖത്തർ ഇതിനെല്ലാം കടന്നു പോകുന്നത് ലോകത്തിൻ്റെ ഈ എണ്ണ ഗതാഗതത്തിൻ്റെയും ഈ ഗ്യാസ് ഗതാഗതത്തിൻ്റെയും 20% പോകുന്നത് ഈ ഹോർമുസ് കടലിലൂടെ. അപ്പോൾ ഇത് തടഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അതല്ല. ഇപ്പോൾ 18 കോടി രൂപ വെച്ച് ഇറാൻ പിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുതിയ ഒരു വാർത്ത പലതും ശരിയാണ് നിർബന്ധം. മറ്റേ ഉത്തര കൊറിയൻ ഭരണാധികാരിയെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വാർത്ത അത് അയാൾ അങ്ങോട്ട് പോകുന്നു അത്തരത്തിൽ കരുതിയാൽ മതി. പക്ഷേ ഗൗരവമേറിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങൾ മോദി തന്നെ പറഞ്ഞു 1 കോടി ഇന്ത്യക്കാരെ ബാധിക്കുന്നു. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഈ രാജ്യങ്ങൾ മുഴുവൻ പണിയെടുക്കുന്ന ഭൂരിപക്ഷം പേരും ഇന്ത്യക്കാരാണ്. ഇവരുടെ ജോലി നഷ്ടം. ഇപ്പം തന്നെ ആളുകളുടെ പണി പോയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങളിൽ വിമാനങ്ങളില്ല, ആളുകൾ വരാതായി, ടൂറിസം നിലച്ചു, പ്രൊഡക്ഷൻസ് നിലച്ചു, സ്കൂളുകൾ പോലും പ്രവർത്തിക്കുന്നില്ല. അപ്പം ഈ പ്രതിസന്ധി മുമ്പോട്ട് പോയാൽ അവരുടെ ഉൽപ്പാദന മേഖല മുഴുവൻ സ്തംഭിച്ചു പോവുകയും അടിമുടി ഇവർ കുഴപ്പത്തിലാവുകയും ചെയ്യും. കുഴപ്പത്തിലാവുമ്പോൾ ആദ്യം ആരെ പറഞ്ഞു വിടുന്നത്? വിദേശികളെ പറഞ്ഞു വിടുന്നത് സ്വാഭാവികം. ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വദേശികൾ കുറവാണ്. അപ്പം ഈ ഗൾഫ് രാജ്യങ്ങൾ സാമ്പത്തികമായി പൂർണ്ണമായും തകർന്നടിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടിരിക്കും. ആഗോളതലത്തിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ വലിയ തിരിച്ചടിയായി മാറും. ഒരു സേഫ് ഹെവൻ എന്ന പേരുണ്ടായിരുന്നു. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ, ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകൾ ടൂറിസത്തിന് മാത്രമല്ല സെറ്റിലാകാൻ വേണ്ടി ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ദുബായിൽ ഒരുപാട് ലോകത്ത് വലിയ മനോഹരമായ വീടുകളും ഹോട്ടലുകളും പരമസുഖം സേഫ് എന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രോ ഫലസ്തീൻ സമരം പോലും ഇല്ലല്ലോ. ഒരു നിയമം പാലിച്ച് മനുഷ്യൻ ജീവിച്ചു, അവനവൻ്റെ കാര്യം നോക്കുക, ആരും സമരം ചെയ്യുന്നില്ല, കംഫർട്ടബിളായിട്ട് ജീവിക്കുന്ന രാജ്യമായിരുന്നു. ആ രാജ്യത്തിൻ്റെ ആ ഒരു ഫീല് മാറി. അപ്പോൾ അത്തരം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ ലോകം പോവാണ്. മലയാളികൾക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാം. ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുന്നത് കേരളത്തിലാണ്. കാരണം നമ്മൾ ഒരുപാട് പേര് അവിടെ വർക്ക് ചെയ്തു ഇങ്ങോട്ട് വരുന്ന അവസ്ഥയുണ്ട്. ഗൾഫ് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാം. ഇനി മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഞാനിപ്പോൾ ഇന്ന് വായിച്ച റിപ്പോർട്ടിൽ ഈ രാജ്യങ്ങൾ ഇപ്പം അമേരിക്കയോട് പറയുകയാണ് യുദ്ധം അവസാനിപ്പിക്കരുത്, നിങ്ങൾ തീർക്കണമെന്ന് പറയാണ്. കാരണം ഈ ഇറാനെ മുറിവേറ്റ ഒരു സിംഹം അപകടകാരിയാണ്. എപ്പോഴും ഇറാനെ പൂർണ്ണമായും അവസാനിപ്പിക്കാതെ യുദ്ധം അവസാനിച്ചാൽ ഇവർ വീണ്ടും ശക്തി പ്രാപിക്കുകയും വീണ്ടും ഭീഷണി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ ഈ യുദ്ധം ഒരുപക്ഷെ ഇറാൻ്റെ ശക്തി തെളിയിക്കുന്നതിന് കാരണമായി മാറുകയും ഇറാൻ്റെ കാൽക്കീഴിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിൽക്കേണ്ടി വരികയും ചെയ്യും.
അപ്പോൾ ഇതൊക്കെ വലിയ പക്ഷെ അപകടം. കാരണം ഇറാൻ്റെ ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് ഇറാൻ്റെ ഷിയാ മതം ഇതേ വ്യാപിപ്പിക്കാനുള്ളതാണ്. ഈ മെക്ക പോലും പിടിച്ചെടുത്ത് അവരുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ശത്രുതയുള്ളത്. ഇതുവരെ ഇറാനിൽ നിന്നുള്ള സംരക്ഷണം എന്ന നിലയിലാണ് ഇവരിൽ അമേരിക്കയെ ആശ്രയിച്ചിരുന്നത്. ആ സംരക്ഷണം സാധിക്കുന്നില്ലെങ്കിൽ ഇവരുടെ നിലപാട് മാറിയെന്ന് അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് കുവൈറ്റിനെ ഇറാഖ് അധിനിവേശം നടത്തിയതുപോലെ ഇറാൻ ഇങ്ങോട്ട് കയറി നിന്ന് പലർത്തും അധിനിവേശം നടത്താനുള്ള സാധ്യത കളിക്കാൻ പറ്റില്ല. സാധ്യത. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ഇതൊരു നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയമായി ഇത് മാറി. കാരണം നമ്മളെ ആളുകൾ ഇപ്പം തന്നെ വിറകൊക്കെ ആൾ ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇത് എന്നാണ് നിന്നോണെന്ന് അറിയാൻ. അല്ല, എല്ലായിടത്തും ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയപ്പം ഞങ്ങളുടെ ഈ സൺഡേ സ്കൂൾ അവധിക്കാലം ആവില്ല. ഈ അവധിക്കാലം കഴിയുമ്പോൾ കുട്ടികൾക്കുള്ള ഒരു ഈ വിശ്വാസോത്സവം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. കുഞ്ഞുങ്ങളെ അപ്പം അതിൽ അത്തരം പരിപാടികൾ നടത്തുമ്പോൾ അവിടെ എന്ത് പരിപാടി നടത്തണമെങ്കിലും പാചകം ചെയ്യണമെങ്കിൽ ഈ കേറ്ററിംഗുകാർ ഗ്യാസ് ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ കേറ്ററിംഗുകാർ നമ്മൾ വിളിച്ചാൽ അവരുടെ കണ്ടീഷൻ നമ്മൾ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പം അച്ഛൻ പള്ളി പറയാണ് നമ്മൾ ഈ ആളുകൾ ഗ്യാസ് സ്പോൺസർ. അപ്പോൾ ഗ്യാസ് സ്പോൺസർ ചെയ്യുന്നവരുടെ പേര് വിളിച്ച് പറയും. കാരണം പൈസ കൊടുക്കുന്നേക്കാൾ കൂടുതൽ വിലയുള്ള സാധനമായി മാറി കിട്ടാനില്ലല്ലോ. അപ്പം അതായത് ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം പറയണോ? ആളുകൾ എത്ര പേര് മരിക്കുന്നുണ്ട് എന്തൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഒരു വല്ലാത്ത ഊരാക്കുടുക്കിലേക്ക് ചെന്ന് ചാടിയിരിക്കരുത്. എങ്ങനെ ഈ ഊരാക്കുടുക്കിൽ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം ഈ അവർക്ക് അണുബോംബ് ഉണ്ടാക്കുന്നത് തടയണമായിരുന്നു. പക്ഷേ ഈ ആക്രമണവും ഈ നാശമെല്ലാം വരുത്തിയിട്ട് അണുബോംബും തടയാൻ പറ്റിയില്ലെങ്കിൽ ഇതുവരെ അണുബോംബ് ആക്രമിച്ചാൽ നമ്മൾ കേട്ടില്ല. അത് മാത്രമല്ല, എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ള കാര്യം ഐക്യരാഷ്ട്രസഭ എവിടെ പോയി കിടക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക ഒരു തീരുമാനമെടുത്ത് ഐക്യരാഷ്ട്രസഭ ഉണ്ടോ? ഒരു കഷ്ടമാണ്. അതൊക്കെ വെറുതെ ഒരു പേരിന് വേണ്ടി അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നല്ലാതെ. ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ച ആളാണ് ട്രംപ്. എന്തായാലും ഇവിടെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇറാനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വിടാൻ പാടില്ല. ഇറാൻ ഇസ്രായേലിന് മാത്രമല്ല ലോകത്തിന് പലതും ഭീഷണിയാണ്. അതേസമയം ഇറാനെ മുറിവേൽപ്പിച്ചിട്ട് അവരെ നിരായുധീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഇരട്ടി ഗ്രഹപ്പഴയായി മാറി. എന്തായാലും അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യപ്പെടുന്നുണ്ട് ഇറങ്ങിപ്പോയേക്കരുത്, യുദ്ധം തുടരണം. പക്ഷെ ട്രംപ് ഇട്ടിട്ട് പോകുമോ എന്നുള്ള ഭയമാണ്. വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. എല്ലാം എത്രയും വേഗം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നമുക്കൊന്നും ഇപ്പോൾ ഒരുപക്ഷെ കറണ്ടും വെള്ളമൊന്നും ഇല്ലാതെ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. കാരണം വെള്ളം ബാധിക്കത്തില്ല, എല്ലാം ബാധിക്കില്ലേ. എന്തായാലും എത്രയും വേഗം എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി.